ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പച്ചമാങ്ങ കൊണ്ട് നല്ല മധുരവും പുളിയും ഉപ്പൊക്കെ ഉള്ള ഒരു ചട്നി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ മധുരമുള്ള ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മാങ്ങയാണ് കേട്ടോ എടുത്ത് വെച്ചേക്കുന്നത്. ഇത്തിരി വലുപ്പമുള്ള മാങ്ങയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ മാങ്ങ നന്നാക്കി മുറിച്ച് കഷ്ണങ്ങളാക്കാം. അപ്പോൾ മാങ്ങയൊക്കെ നല്ലോണം തൊലി കളഞ്ഞ് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മാങ്ങയൊക്കെ നല്ലോണം തൊലി കളഞ്ഞു. ഇനി നമുക്കത് മുറിച്ചെടുക്കാം. മുറിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കരുത് കേട്ടോ. ചെറിയ ഇത്തിരി കട്ടിയുള്ള ചെറിയ കഷ്ണങ്ങളാക്കിക്കോളൂ. അപ്പോൾ ഞാൻ എങ്ങനെ മുറിച്ചെന്ന് കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ മുറിച്ചെടുത്തത്. ഇത്തിരി ഏത് ഷേപ്പ് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ഇത്തിരി നീളത്തിൽ മുറിച്ചെന്നേ ഉള്ളൂ. മുറിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം അതൊന്ന് പരത്തി വെക്കണം കേട്ടോ. പറ്റുകയാണെങ്കിൽ ഫാനിൻ്റെ അടിയിൽ വെച്ചോളൂ. വെയിലത്തൊന്നും വെക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി ഫാനിൻ്റെ അടിയിൽ. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലാണ് കേട്ടോ ഒഴിച്ചത്. അതിലേക്ക് ഒരു സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോണത് 2 വറ്റൽമുളകാണ്. പിന്നെ ഞാനിപ്പോൾ ഈ പാൻ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുഴറ്റം വേണം. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 1/2 ടീസ്പൂൺ കടുക്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ. ഇതാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച നമ്മുടെ മാങ്ങാ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കും കേട്ടോ. നല്ലോണം ഒന്ന് ഫ്രൈ ആവണ പോലെ ഒന്ന് 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തത്. അതിന് ശേഷം ഒന്ന് നല്ലോണം ഇളക്കിയിട്ട് ആ മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കുന്ന പോലെ ഒരു 2 മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പം മാങ്ങയിലെ വെള്ളം ഒന്ന് വറ്റിയും കിട്ടുമല്ലോ. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ ജീരകം വറുത്ത് പൊടിച്ചാണ് കേട്ടോ ചേർത്തത്. അതും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് 1 സ്പൂൺ നല്ല ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ 1/2 ടീസ്പൂൺ നമ്മുടെ റോക്ക് സോൾട്ടില്ലേ, കാലാനമക്കെന്ന് പറയില്ലേ, അതാണ് ചേർത്ത് കൊടുത്തത്. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് മാങ്ങ വേവാനുള്ള അത്ര വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. മാങ്ങയാണെങ്കിൽ പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ 1/2 കപ്പ് വെള്ളം മതി ഇത്രയും ഒരു മാങ്ങയ്ക്ക്. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മാങ്ങ പെട്ടെന്ന് വേവുമല്ലോ മാങ്ങ. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ സ്റ്റൗ മീഡിയത്തിലേക്ക് ആക്കിക്കോളൂ. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ മാങ്ങയൊക്കെ നല്ലോണം സോഫ്റ്റായി തോന്നുന്നു. നമുക്കൊന്ന് ഇളക്കി നോക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് ചട്ടവും കൊണ്ടൊന്ന് അമർത്തി നോക്കിയാൽ അത് വെന്തോന്ന് അറിയാലോ. അപ്പോൾ ഇങ്ങനെ മുറിയുണ്ട്. അധികം വേവാനും പാടില്ല, വല്ലാണ്ട് വെന്തുടയരുത്. ഇത്രേ പാകേ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ മാങ്ങ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ 50 ml കപ്പിൽ ഒരു 1/2 കപ്പോളം ശർക്കര കേട്ടോ ചേർക്കുന്നത്. ഒരു വലിയ അച്ച് ശർക്കര എന്ന് വിചാരിച്ചോളൂ, അതാണ് ചേർക്കണത്. പക്ഷേ ശർക്കരയുടെ അളവ് കറക്റ്റായിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഈ മാങ്ങയുടെ പുളി അനുസരിച്ചാണ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം 1/2 കപ്പ് ശർക്കര ചേർത്ത് കൊടുത്തു. ഇനി അത് നല്ലോണം ഒന്ന് അലിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ശർക്കര നല്ലോണം അലിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. അപ്പോൾ മധുരം കുറവാണെങ്കിൽ നമുക്കൊരു 1/4 കപ്പ് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം കുറച്ച് കുറവ് തോന്നി. അപ്പോൾ ഞാനത് 1/4 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കണം. ഈ ശർക്കരയും കൂടി നല്ലോണം ഒന്ന് അലിയട്ടെ കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം. ഈ ശർക്കരയും കൂടി അലിയുന്ന വരെ. ഇനി ശർക്കരയൊക്കെ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 5 മിനിറ്റും കൂടി ഇത് അടച്ച് വെക്കാം കേട്ടോ. 5 മിനിറ്റും കൂടി അടച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചട്നി തയ്യാറാവും. അപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചു. തുറന്ന് നോക്കിയപ്പോൾ ചട്നി നല്ല പാകമായി വന്നിട്ടുണ്ട്. നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ല കുറുകി വന്ന് നല്ല മധുരമുള്ള പുളിയുള്ള ഉപ്പുള്ള ചട്നി ഇതാ കണ്ടില്ലേ, നല്ല ജെല്ലി പോലെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. നല്ല പാകമായിട്ടുണ്ട്. ഇനി വല്ലാണ്ട് കട്ടയാക്കണ്ട. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇത് ഒരു ഗ്ലാസ് ബൗളിലേക്ക് ആക്കാം കേട്ടോ. ഇത് 1-2 ആഴ്ച നമുക്ക് പുറത്തുതന്നെ സൂക്ഷിക്കാം. ഫ്രിഡ്ജിലാണെങ്കിൽ ഒരുപാട് കാലം ഇരിക്കുകയും ചെയ്യും. ഇത് പൂരിയുടെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും നല്ല സ്വാദാണ് കേട്ടോ.
അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാനിപ്പോൾ ഇതൊരു സെറാമിക് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. സ്റ്റീൽ പാത്രത്തിൽ പുളിയുള്ളത് ആദ്യം വെക്കരുത് പറയില്ലേ. അപ്പോൾ ഞാൻ ഈ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് തണുത്തതിന് ശേഷം ഗ്ലാസ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. മാങ്ങാക്കാലല്ലേ, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം, എല്ലാവരും കമൻറ്റ്സ് എഴുതണം. എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്താൻ മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തുമ്പോൾ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷൻ എന്തായാലും കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്